ബിഗ് ബോസ് മലയാളം സീസൺ 6 അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും അങ്ങോട്ട് കയറിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഈ കണ്ടസ്റ്റൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഭയങ്കര സംഭവമായിട്ടുള്ള കണ്ടസ്റ്റൻസ് ആയിട്ട് എനിക്കൊന്നും ആരെയും തോന്നിയില്ല. പക്ഷെ അങ്ങനെ തോന്നാണ്ടിരിക്കുന്നത് ഒരു കണക്കിന് നല്ലതാണ്. കാര്യം നമ്മൾ ഓവർ ഹൈപ്പൊക്കെ വെച്ചിട്ട് ഇവർ വരും, ലാസ്റ്റ് ഇവരൊക്കെ അവിടെ വന്നിട്ട് ഒന്നും മിണ്ടാണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുപാട് സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാരൊക്കെ അതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം അത് തന്നെയാണ്. കാര്യം ഇവരൊന്നും വാ തുറന്നൊന്നും പറയുകയില്ല. പിന്നെ നമുക്ക് കണ്ടന്റും കിട്ടൂല. ഈ ബിഗ് ബോസ് നമ്മൾ കാണാനായിട്ട് ഇരിക്കുന്നത് തന്നെ ഈ കണ്ടന്റ് എന്ന് പറഞ്ഞ സാധനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഒരു സംഭവം ഇല്ലെങ്കിൽ ഇപ്പൊ സീസൺ 5 ഒക്കെ കണ്ടില്ല, ആ ഒരു ലെവലിലൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ ഫുള്ള് ഷോക്ക് പോയി പോകും. അപ്പൊ ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസിന് നോക്കണമെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല, എല്ലാവരും ഒരു ആവറേജ് എന്നുള്ള രീതിക്കാണ് എല്ലാ കണ്ടസ്റ്റൻസും നിൽക്കണം. പിന്നെ നമ്മുടെ ജാസ്മിൻ ജാഫറൊക്കെ ഉണ്ട്, അതുകൊണ്ട് അത്യാവശ്യം കണ്ടന്റ് ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുക. കാര്യം പുറത്തൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരി അത്യാവശ്യം കോൺട്രവേഴ്സികളൊക്കെ ഉണ്ടാക്കി പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ പോയിട്ടും ഇനി അത്യാവശ്യം കണ്ടന്റ് ഒക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ എനിക്ക് ഈ ജാസ്മിൻ ജാഫറിനെ മാത്രമേ അതിനകത്ത് പോണതിന് മുമ്പ് ഒരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടായ ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ, കാര്യം ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ല. അപ്പൊ അതിനകത്ത് അതായത് ലോഞ്ച് എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡീസന്റ് ഒരു എപ്പിസോഡായിരുന്നു. അങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊന്നും ഒന്നുമില്ല, അത്യാവശ്യം നല്ല ഡീസന്റ് എപ്പിസോഡായിരുന്നു. പിന്നെ എന്തൊക്കെയോ ഭയങ്കര റൂമിന്റെ കാര്യമൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അതായത് 4 റൂമുണ്ട്, ഒരു റൂമിനകത്തുള്ള ആൾക്കാരായിരിക്കും ബാക്കിയുള്ളവരെയൊക്കെ തീരുമാനിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവും എനിക്ക് തോന്നുന്നില്ല. കുറേയും കൂടെ ഇപ്പൊ റൊമാൻറ്റിക് ട്രാക്കുകളും അതേപോലെ കപ്പിളും അതേപോലെ തന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇപ്പൊ ഹീറോകളൊക്കെ ഒരുപാട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അതേപോലെ വില്ലനൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് വന്നേക്കുന്ന കണ്ടസ്റ്റൻസിന്റെ പേരൊക്കെ ഞാൻ ഒന്ന് വായിക്കാം, എന്നിട്ട് അവരെ പറ്റി എനിക്ക് തോന്നിയ കാര്യങ്ങളും പറയാം. ഫസ്റ്റ് തന്നെ നമ്മുടെ റസ്മിൻ ബായിനെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു കോമണർ ആയിട്ടൊക്കെയാണ് വന്നേക്കുന്നത്. പക്ഷെ കോമണർ എന്നൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ നോക്കണമെങ്കിൽ അതിനകത്ത് വന്നേക്കണ എല്ലാവരും കോമണർ എന്ന് പറയേണ്ടി വരും. കാര്യം ഇവരൊക്കെ കോമണർ ആണെന്ന് പറയണമെങ്കിൽ അപ്പൊ ബാക്കിയുള്ള എല്ലാവരും അങ്ങനെയാണെങ്കിൽ കോമണർ എന്ന് പറയേണ്ടി വരും. നിഷാനയുടെ കാര്യം പറയാനാണെങ്കിൽ അത് തന്നെയാണ്. നമ്മൾ ഇവരെയൊക്കെ ഞാൻ പറയണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമാട്ടെ, ഇവരൊക്കെ അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇനി കളിക്കുമല്ലോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ ഇനി നമുക്ക് വരെ എപ്പിസോഡുകളെ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ നാളത്തെ പ്രമോനകത്തൊക്കെ ഭയങ്കര പൊട്ടിത്തെറികളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഫസ്റ്റ് മറ്റേ നമ്മുടെ സീസൺ 5 ഇതേപോലെ തന്നെ ആയിരുന്നു. ഫസ്റ്റത്തെ ദിവസത്തെ പ്രമോ തന്നെ അടിയും മഴക്കൊക്കെ ആയിരുന്നു. എന്നിട്ട് പിന്നെ അങ്ങനെ ഒന്നും കണ്ടില്ല. അത് കഴിഞ്ഞാൽ അടുത്തതെന്ന് പറഞ്ഞാൽ അൻസിബ എന്ന് പറയുമ്പോൾ നമ്മുടെ ദൃശ്യത്തിനകത്തൊക്കെയുള്ള അതും അത്യാവശ്യം പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നൊന്നും തോന്നല്ല. അവിടെ വന്നിട്ട് മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുമായിരിക്കും. കാര്യം ഈ സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാരൊക്കെ അതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ വല്ലതും മിണ്ടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പൊ അടുത്തതെന്ന് പറഞ്ഞാൽ ശ്രീതു കൃഷ്ണനെയും അതേപോലെ ഇവരെയൊക്കെ കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഉദ്ദേശമായിട്ട് എനിക്ക് തോന്നിയത് ഒരു റൊമാൻറ്റിക് ട്രാക്ക് അതേപോലെ ഒരു ലവ് ആംഗിളൊക്കെ കൊണ്ടുവരാനായിട്ടായിരിക്കണം. കാര്യം പുള്ളിക്കാരനെ കാണുമ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളിയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ പോട്ടെ. ഇനി ശരണ്യ ആനന്ദ് സീരിയലിനകത്തൊക്കെ ഉള്ളത്. അപ്പോൾ പുള്ളിക്കാരിയും അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യുമെന്നൊന്നും തോന്നല്ല. പക്ഷെ നമുക്ക് കണ്ടറിയാം. ഞാൻ ഈ സീരിയൽ ആർട്ടിസ്റ്റുകളെയും ഒന്നും എനിക്ക് അങ്ങനെ വിശ്വാസമൊന്നുമില്ല കേട്ടോ. ഇവരെ അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഭയങ്കര കണ്ടന്റ് ഒക്കെ കൊടുക്കുന്നു അങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിക്കാനുള്ള. കാര്യം സീരിയൽ ആർട്ടിസ്റ്റുകളാണ്, എനിക്കറിയാം. അവരെ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അടുത്തതെന്ന് പറയുമ്പോൾ യമുന റാണിയും എനിക്ക് അത്യാവശ്യം ഒരു നമ്മുടെ വീട്ടമ്മയും പോട്ടെ, ഒരു അമ്മച്ചി എന്നൊക്കെ പറയൂലേ. ഇപ്പൊ ബിഗ് ബോസിനകത്ത് എല്ലാത്തിനകത്തും ഉണ്ടാവുള്ളൂ ഒരു അമ്മച്ചി എന്ന് പറയുന്ന ഒരു സെറ്റപ്പിനകത്ത് ഒരാൾ. അതേപോലെ ഉള്ള ഒരാളായിട്ടാണ് ഇതെല്ലാം ഞാൻ ഇവരെ ഫസ്റ്റ് ഇംപ്രഷൻ വെച്ചിട്ട് മാത്രമാണ് പറയണത്. കാര്യം എനിക്ക് അവരുടെ കൂടെ വന്നിട്ടുള്ള പരിചയമൊന്നുമില്ല. അതുകൊണ്ട് അവരുടെ ഹിസ്റ്ററി എന്താണ് അതൊന്നും നോക്കിയിട്ടല്ല ഞാനത് പറയണേ. എനിക്ക് തോന്നിയ കാര്യം പറയുന്നതാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ അപ്സര ആൽബിനെയും ഞാൻ ആളുടെ മുഖം പോലും മര്യാദക്ക് ഓർക്കാനുള്ള. അപ്പൊ പുള്ളിക്കാരി എന്താ അതിനകത്ത് ചെയ്യാൻ പോണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അടുത്തത് ശ്രീരേഖയോ അതാരാണ്? ഈ പേര് വായിക്കുമ്പോഴാട്ടെ ഇവരെയൊക്കെ ഞാനിങ്ങനെ ആലോചിക്കണം. ശ്രീരേഖ. അപ്പൊ അത് ആരാണെന്ന് എനിക്ക് വലിയ പിടുത്തില്ല. അപ്പൊ എന്തായാലും അങ്ങനെ കണ്ടസ്റ്റന്റ് ഉണ്ട്. ജാസ്മിൻ ജാഫറിനെയാണ് എനിക്ക് അത്യാവശ്യം പ്രതീക്ഷയുള്ളത്. കാര്യം അത്യാവശ്യം കണ്ടന്റൊക്കെ പുള്ളിക്കാരിയുടെ ഭാഗത്തുനിന്ന് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി അടുത്ത നോക്കാനാണെങ്കിൽ ജാൻമോൻ ദാസ് ജാൻമണി ദാസ് എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരാളാണ് അതിൻ്റെ ഉള്ളിൽ വന്നേക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ അധികം ഒന്നും പറയുന്നില്ല. കാര്യം അവരൊക്കെ എങ്ങനെയുണ്ട് കളിക്കണത് എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഫസ്റ്റ് തന്നെ ഒരാളെ കണ്ടിട്ട്. ഇപ്പം ഞാൻ കണ്ടായിരുന്നു കുറേ സൈബർ അറ്റാക്ക് കാര്യങ്ങളൊക്കെ പുള്ളി അതിനകത്ത് വന്നപ്പോൾ തന്നെ ഈ തുടങ്ങിയായിരുന്നു. അപ്പോൾ അത് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം നമ്മളൊരിക്കലും അവരെ ഫസ്റ്റ് തന്നെ കയറി അങ്ങനെ പറയേണ്ട കാര്യമില്ല. അവരെങ്ങനെയാണ് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നോറ മുസ്കാൻ എന്തോ യൂട്യൂബർ അങ്ങനെയൊന്നും സംഭവമൊക്കെ ഉണ്ടെന്നാ തോന്നണം. അപ്പൊ ഇവരെ പറ്റിയും എനിക്ക് അങ്ങനെ വലിയ പിടുത്തമൊന്നുമില്ല. ഞാൻ ഇവരുടെ യൂട്യൂബ് വീഡിയോകളൊന്നും കണ്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇവരെ അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ ഋഷി നമ്മുടെ മുടിയൻ. അപ്പൊ മുടിയനും അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ലതായിരിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാട്ടോ. മുടിയൻ അത്യാവശ്യം ആക്റ്റീവ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുക. കാരണം പുറത്തൊരു സംഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇനി മിണ്ടാപ്പൂച്ചയായി പോവോ അതും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ പ്രാവശ്യം കുറെ വാഴകൾ ഉണ്ടാവാൻ
ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്ന് ചോദിക്കണമെങ്കിൽ അതെനിക്ക് തോന്നുന്നുള്ളതാണ്. അധികം വാഴകൾ ഉണ്ടാവും തോന്നുന്നില്ല. എല്ലാവരും അത്യാവശ്യം സംസാരിക്കുന്ന കൂട്ടത്തിലാണെന്ന് തോന്നണം. മെയിനായിട്ട് ഈ സീരിയലിനകത്തുനിന്ന് വന്നേക്കണവരെ മാത്രമാണ് എനിക്കൊരു ഇത്തിരി പേടിയുള്ളത്. പിന്നെ നമ്മൾ അടുത്തത് നോക്കണമെങ്കിൽ ഗബ്രി ജോസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു അൺഎക്സ്പെക്ടഡ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. അങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടെന്ന് പോലെ ആരും പറഞ്ഞു കേട്ടില്ല, അങ്ങനെ സംഭവമേ അറിഞ്ഞില്ല. പുള്ളിക്കാരൻ ചാടി വീണപ്പോഴത്തേക്കും പുള്ളീനെയും എനിക്ക് തോന്നുന്നുണ്ട് ഒരു ലവ് ആംഗിൾ ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നേക്കണതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും ജിൻഡോ ബോഡി ക്രാഫ്റ്റ്. ജിൻഡോ എന്ന് പറയുമ്പോൾ നമ്മുടെ സെലിബ്രിറ്റി ഒരു ട്രെയിനർ ആ ഒരു സംഭവം. അപ്പോൾ പുള്ളിക്കാരനും അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുമെന്നൊന്നും എനിക്ക് തോന്നണില്ല. ചിലപ്പോൾ ടാസ്കിനകത്തൊക്കെ ഭയങ്കര രീതിക്കൊക്കെ പെർഫോം ചെയ്തെന്ന് വരാം, പക്ഷെ എന്നാലും ഭയങ്കര കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യുമെന്നൊന്നും എനിക്ക് തോന്നണില്ല. ഇതൊക്കെ ഞാനൊരു എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ട് പറയുന്നതാട്ടാ. ചിലപ്പോൾ ഇവരൊക്കെ നല്ല കിടിലം പ്ലെയേഴ്സൊക്കെ ആയിട്ടൊക്കെ വന്നേക്കാം. ഞാൻ വെറുതെ എനിക്ക് തോന്നിയ കാര്യങ്ങൾ മാത്രം ഞാൻ അങ്ങോട്ട് പറയണാണ്. പിന്നെ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് രതീഷ്, എൻ്റെ പൊന്നോ, ഇതിനെയൊക്കെ എന്തിനാണ് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നതെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കണത്. പുള്ളിക്കാരൻ്റെ പ്രമോ കണ്ടപ്പോൾ തന്നെ പാട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ടാർമി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ ആർമിയൊക്കെ തുടങ്ങിയേക്കണത്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരനെയൊക്കെ ഇത്ര വെറുപ്പിക്കൽ, ഫസ്റ്റ് തന്നെ ഭയങ്കര വെറുപ്പിക്കലാട്ടോ പുള്ളിക്കാരൻ. അപ്പം ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് അതിനകത്ത് പോകാന്ന് തന്നെ, തുടർന്ന് പോകാന്ന് തന്നെ, ഇങ്ങനെ സഹിച്ചു പോകാന്ന് തന്നെ എനിക്ക് മനസ്സിലാവുള്ള. അപ്പം അതെന്തായാലും അങ്ങനെ പോട്ടെ. അപ്പം ഇനി അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും അസീർ റോക്കിനെ കണ്ടപ്പോഴത്തേക്കും അതേപോലെ തന്നെ പുള്ളി പറയുന്ന പല കാര്യങ്ങളും കേട്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ പുള്ളി ചിലപ്പോൾ ഒരു വില്ലനാവാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അതിൻ്റെ ഉള്ളൊരു വില്ലൻ ഇമേജൊക്കെ നമുക്ക് ആ ഒരു ലുക്കിനകത്താണെങ്കിലും ആ ഒരു പുള്ളിക്കാരെ പറയുന്ന കാര്യത്തിനകത്തൊക്കെ ആണെങ്കിലും ഒരു വില്ലനിസം നമുക്ക് എനിക്ക് ഫീൽ ചെയ്ത്. അപ്പോൾ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് സുരേഷ് മേനോനും എനിക്ക് അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാത്തൊരു കണ്ടസ്റ്റൻ്റാണ്. മറ്റേ സിനിമനകത്തൊക്കെ ഉണ്ടായ പുള്ളിക്കാരനൊക്കെയാണ്, പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ ഉള്ളത് സിജോ ജോൺ എന്ന് പറയുമ്പോൾ സിജോ ടോക്സിനകത്ത് പുള്ളിക്കാരനും അത്യാവശ്യം നല്ല രീതിക്ക് സംസാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ നന്നായിട്ട് കണ്ടന്റ് തരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഈ പുള്ളിക്കാരനെയും അതായത് സിജോ ടോക്സിനെയും കൊണ്ടുവന്നേക്കണതിനകത്തൊരു ലവ് ആംഗിൾ പരിപാടിയൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ അർജുൻ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അർജുനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്കാരനെ ഞാൻ ഒരു മറ്റേ ഒരു വൈറലായ ഒരു വീഡിയോ ഉണ്ടായി പുള്ളിക്കാരൻ്റെ മറ്റേ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ആ ഒരു വീഡിയോയൊക്കെയാണ് ഞാൻ പുള്ളിക്കാരനെ ആദ്യം കണ്ടേക്കണത്. അപ്പോൾ പുള്ളിയും ഇത് പറഞ്ഞ പോലെ തന്നെ ഒരു ലവ് ആംഗിളിനൊക്കെയുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് പുള്ളീൻ്റെ അതൊക്കെ. കാര്യം പുള്ളിക്ക് അങ്ങനെ ഒരു ഭാവി ഞാൻ കാണുന്നുണ്ട് ബിഗ് ബോസിൽ. അപ്പോൾ പുള്ളി നല്ല അടിപൊളി ലുക്കൊക്കെയാണ്, കാണാൻ തന്നെ നല്ല കിഡിലാണ്. അപ്പോൾ പുള്ളിയും എന്താണെങ്കിലും ഈ ഫിസിക്കൽ ടാസ്കിനകത്തൊക്കെ എന്തായാലും ഇവർക്കൊക്കെ നല്ലൊരു എതിരാളി ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഫസ്റ്റ് ഈ ഒരു സംഭവമൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റത്തെ ബിഗ് ബോസിന്റെ നമ്മുടെ ഫിനാലെ അല്ലല്ലേ ഇതിനകത്തിട്ട് പറയുന്ന ഗ്രാൻഡ് ലോഡ്ജ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ കാര്യം. അപ്പോൾ എന്താണ് ബിഗ് ബോസ് ഈ തുടക്കത്തിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് വീഡിയോയുടെ കമന്റ് ആയിട്ട് ആരൊക്കെയാണ് നിങ്ങളെ എക്സ്പെക്ടേഷൻ വെച്ചിട്ട് കാത്തിരിക്കുന്നത് എല്ലാം നിങ്ങൾ അതിൻ്റെ താഴെ പറയാം. അപ്പോൾ എനിക്ക് അത്ര തന്നെ ഇതിനകത്ത് പറയാനുള്ളൂ.